ബ്രേക്ക് കൊടുക്കും ജീവ. ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കും. പാറു കുറെ ക്വസ്റ്റ്യൻസ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻട്രോ ആയി പോയി ഗൈസ്, ക്ഷമിക്കണം, സോറി. ആരാ ഫാമിലി കുറച്ചുകൂടെ ഇപ്പൊ ചേച്ചിയുടെ ഫാമിലിയില് ചേട്ടനാണോ ചേട്ടന്റെ ഫാമിലിയിൽ ചേച്ചിയാണോ കൂടുതൽ അറ്റാച്ച്ഡ്? എങ്ങനെ നമ്മുടെ ഫാമിലി എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം, ചേട്ടന്റെ ഫാമിലിയില് ചേച്ചിയാണോ കൂടുതൽ അറ്റാച്ച്ഡ്, ചേച്ചിയുടെ ഫാമിലിയില് ചേട്ടനാണോ കൂടുതൽ അറ്റാച്ച്ഡ്? അതെങ്ങനെയാ? ഈക്വൽ ആണെന്ന് തോന്നുന്നു അല്ലേ? ചിരിക്കണേ. ഇല്ല, അങ്ങോട്ടും ഇല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ആക്ച്വലി ഞങ്ങള് രണ്ടുപേരും നമ്മള് സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത്. നമ്മള് ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിലാണ്. ഞങ്ങളല്ല, ഫാമിലി ഞങ്ങള് നമ്മുടെ ഫാമിലിയിലല്ല താമസിക്കുന്നത്. എന്റെ മമ്മി ഡാഡി വേറെ താമസിക്കുന്നത്, ജീവയുടെ പേരൻസും പേരന്റ് ഹസൻ മോം ആൻഡ് ബ്രദർ വേറെ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ എപ്പോഴും വീട്ടിലൊന്നും പോവാറില്ല. ഞാൻ എന്റെ വീട്ടിലും പോകല് ഭയങ്കര കുറവാണ്, ജീവയുടെ വീട്ടിലും പോകുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് പോവാനും പറ്റാറില്ല. ഇറ്റ്സ് ഓൾ ത്രൂ ഫോൺ റിലേഷൻ, അങ്ങനെയൊക്കെയാണ് മെയിൻലി. ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിൽ എന്നാലും വല്ലപ്പോഴും ഒക്കെ പോവാറുള്ളൂ. അതും ഒരു കോഫി കുടിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരും അല്ലേ, അത്രയല്ലേ ഉണ്ടാവാറുള്ളൂ. അത്രേ ഉള്ളൂ. തിരക്കിന്റെ ഇടയ്ക്ക് ഒന്ന് ഓടിപ്പോയി ഒന്ന് കണ്ട് ചിലപ്പോൾ ഇച്ചിരി നേരം ഭക്ഷണം കഴിച്ചിട്ട് വരും, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് വരും. ചായ ഇട്ട് വെച്ചോ, അത് എത്തി. പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അനിയനുണ്ട് അവിടെ, അനിയൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവൻ നോക്കിക്കോളൂ എല്ലാരും. ഇത്രയും ജോളി ആയിട്ടുള്ള ജീവചേട്ടനെ കരഞ്ഞ് ഞാൻ ആകെ കണ്ടത് സരിഗമ പയിലെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയി പോയല്ലേ ആ സമയത്ത്. ഞാൻ ഓർക്കുന്നു. അത് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമോഷണൽ ആയത് ആള് അക്ബർ എന്ന് പറഞ്ഞു വന്നിട്ടാണ്. ഞാനവിടെ കിടന്ന് കരഞ്ഞ് മെഴുകി അവനെ സമാധാനിപ്പിക്കാൻ പോയാ ഞാൻ എന്നെ സമാധാനിപ്പിക്കാൻ. ആ സോങ് അങ്ങനത്തെ സോങ് ആയിരുന്നു, പൂമുത്തോളം എന്ന് പറഞ്ഞ രഞ്ജിൻ ചേട്ടൻ പാടിയ സോങ്. അപ്പൊ അക്ബറിന്റെ ഉമ്മയുടെ കാര്യം അക്ബർ ഓർത്തു. അപ്പൊ അവനിങ്ങനെ പെട്ടെന്ന് ഇമോഷണലായി. അപ്പൊ അത് കണ്ടോണ്ട് ഞാനിങ്ങനെ അവനെ വിളിച്ചാ. പിന്നെ അവരെല്ലാരും കൂടെ എന്നെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ചേച്ചി ഉണ്ടായിരുന്നു അപ്പോ? ഇല്ല ഇല്ല, ആ സമയത്ത് ഖത്തറിലായിരുന്നു. ഞാൻ ഖത്തറിലായിരുന്നു. ഈ തിരക്കിന്റെ ഇടയിലൊക്കെ നിങ്ങൾ എങ്ങനെയാ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത്? ലൈക്ക് ജീവചാനി മിക്കപ്പോഴും ഷൂട്ട്സ് ഉണ്ടാവും. ഇപ്പൊ വ്ളോഗ്സിലൊക്കെ നമ്മൾ കാണുന്നതല്ലല്ലോ ശരിക്കുള്ള റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ എല്ലാരും പറയും സോഷ്യൽ മീഡിയ, അവര് ഭയങ്കര ഹാപ്പിയോ ഭയങ്കര ചിൽ കപ്പിൾസ്. പക്ഷെ എല്ലാവരുടെയും ബാക്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ വ്ളോഗ്സ് കാണുന്ന പോലെ ആയിരിക്കില്ല, നിങ്ങൾ എപ്പോഴും ട്രിപ്പും അതൊന്നും ആയിരിക്കില്ല. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിലൊക്കെ എങ്ങനെയാ ടൈം മാനേജ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത്? എങ്ങനെയാ ചെയ്യാ? ഞാൻ ഷൂട്ടില്ലാത്ത ദിവസം ഫ്ലാറ്റിലുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. ഷിറ്റുവിന്റെ ഷൂട്ട് അവിടെ നടക്കുന്നത്. ഞാൻ പിന്നെയും മൂവിക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ജീവയ്ക്ക്. എനിക്ക് ഇപ്പോഴാണ് റീസെന്റ് എന്തോ അങ്ങനെ ഒരു സിൻഡ്രോം പിടിപെട്ടിട്ടുണ്ട്. എനിക്കിപ്പോ തിയേറ്ററിൽ പോയി പടം കാണാൻ പറയോ? എനിക്ക് സത്യം എനിക്കിപ്പോ വീട്ടില് ആ കംഫർട്ടിൽ ഇരുന്നിട്ട് OTT മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അതുകൊണ്ട് എന്നെ ഏത് പടത്തിന് വിളിച്ചാലും എനിക്ക് പോകാൻ മടിയാ. പക്ഷെ എനിക്ക് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ എനിക്ക് അതിന് ഇഷ്ടക്കേടില്ല, എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ ആ എഫേർട്ട് ഫ്രം ദ ബിഗിനിങ്, കുളിക്കണം, മേക്കപ്പ് ഇടണം, ഡ്രസ് ഇടണം, അവിടെ പോണം, അയ്യോ. അപ്പൊ ഞാൻ അതേപോലെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ PVR മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എടുത്താലോന്ന് ഇങ്ങനെ. അതാണ് പ്രശ്നമല്ലോ. എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാണ് ഇഷ്ടം. പോയി വ്ളോഗില് പറഞ്ഞല്ലോ നെറ്റ്ഫ്ലിക്സ് വെക്കും, ഈ സോഫയിൽ ചേച്ചി ഇവിടെ ജീവച്ചേട്ടൻ കിടക്കും. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ എനിക്ക് ആ ഒരു കംഫർട്ട് സോണിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്കിപ്പോ ലുലുവിൽ പോകാൻ ഇഷ്ടവുമല്ല. എന്ത് ടൂ ക്രൗഡഡാ. ഇല്ലേ, പഴയ ലുലു ഒന്നും അല്ല ഇപ്പം. മാറിപ്പോയെന്ന്. ലുലു വലിയ ആളായില്ലേ, ലുലു വല്ലാണ്ട് മാറിപ്പോയില്ലേ നമ്മള്. പണ്ട് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സ്പോട്ട്സ് ഇൻ കൊച്ചി ആയിരുന്നു ലുലു. ഇപ്പൊ പക്ഷെ ലുലു എനിക്ക് ഭയങ്കര സഫോക്കേഷൻ. കഴിഞ്ഞ ദിവസം ചോദിച്ചു നോക്ക്, അറിയോ അവിടെ വെച്ച് ചേച്ചിനെ സ്പോട്ട് ചെയ്തേ ഇന്ന് പറഞ്ഞ തോമസ് ഉണ്ടായിരുന്നു ലുലുല്. ഞാൻ കുറെ പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ എനിക്ക് അറിയത്തില്ല, എനിക്ക് അങ്ങനെ സഫോക്കേഷൻ വരും. ഒരുപാട് തിരക്കിന്റെ ഇടയിൽ പോകുമ്പം, ഈ ഉത്സവത്തിന്റെ ഇടയിലൊക്കെ പോകുമ്പോൾ സഫോക്കേഷൻ ഇല്ലേ, അതെനിക്ക് വരും. വീട്ടിലിരുന്നതിന്റെ പ്രശ്നമാണ്. അതാണോന്ന് എനിക്കറിയില്ല, അതെന്നെ ക്രൗഡ് കാണുമ്പോൾ എനിക്ക് ബ്രീതിങ് കിട്ടൂല, എനിക്ക് അങ്ങനെ ടെൻഷൻ വരും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഞങ്ങള് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കുന്നത് നോർമലി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാ. അപ്പൊ ഹൈപ്പറിൽ ചെന്ന് ഞാൻ കയറി കഴിഞ്ഞപ്പോ ജീവ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നമുക്ക് ഇവിടെ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. തള്ളല്ലേ
കൂറ്റിട്ടൊക്കെ വിളിക്കാതെ ചുമ്മാ തള്ളല്ലേ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയി ഇരുന്ന് തള്ളുവാ. വിഷമം പറയുമ്പോ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഇതാണ് ഇയാളുടെ കുഴപ്പം. ഈ വൃത്തികെട്ടവന്റെ കുഴപ്പം ഇതാണ്. മാറോ കൈ ഇവിടെ കുറച്ച് കാലിന്ന് വിടറോ കൈ കാലിന്ന് കൈ എടുക്കണോ വേണ്ട. ഞാനൊരു ലുലു ഇട്ടെ വീട്ടില് ഹൈപ്പർ മാർക്കറ്റ്. ഒരു പ്രശ്നമില്ല. എനിക്ക് ആൾക്കാർ ഉള്ളതാണ് എനിക്ക് സന്തോഷം. അയ്യോ ജീവ എൻജോയ്സ് ദാറ്റ്. ഞാൻ കണ്ടിട്ടുണ്ട് ജീവ തിരക്കിന്റെ ഇടയിലൊക്കെ ഇരുന്നിട്ട് ജീവ അങ്ങ് എൻജോയ്. എനിക്ക് ഇപ്പം ആദ്യമൊക്കെ കുറച്ച് പേര് അറിയുന്നത് ഇപ്പൊ കുറെ കൂടെ ആൾക്കാർ അറിയാം. അപ്പൊ അവരൊക്കെ വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അതൊരു എത്ര തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പീവേറിലൊക്കെ ഓടുന്ന ഗ്യാപ്പിലാണെങ്കിലും ഇങ്ങനെ കാണിച്ച് ഓടുന്ന ഗ്യാപ്പിലാണെങ്കിലും ഒരു സെൽഫിക്കൊക്കെ നിന്നോടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമയാണ് ആങ്കറിങ് ആണെന്നൊക്കെ പറഞ്ഞാലും കാണാൻ ഈ പറയുന്ന ആൾക്കാർ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം ഒരു 2 seconds കൊടുക്കാൻ റെഡിയാ സമയമുണ്ടെങ്കിൽ. നമ്മൾ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ പിന്നെ ഈ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അമ്മച്ചിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി, അവിടെ ചേട്ടാ സെൽഫി ചെയ്യുന്നു ഐസിയുടെ മുമ്പിൽ. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിട്ടു ഖത്തറിലേക്ക് ആദ്യമായിട്ട് പോയി ഇങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണിന്ന് കണ്ണുനീര് വന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ ചേട്ടാ സൂര്യമസിക്കിൽ ജീവിച്ചിട്ടില്ല ഒരു ഫോട്ടോ. അത് മാത്രമേ ഉള്ളൂ. അല്ലാതുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഓക്കെയാ, ഞാൻ അത്ര എൻജോയ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ കാണാൻ പോകുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കാക്കനുള്ള സ്ഥലത്താണെങ്കിൽ ഞാൻ വൈകുന്നേരം ചായ കുടിക്കാൻ ഇറങ്ങും. അത് നോർമൽ നമ്മുടെ ഈ പറഞ്ഞ വഴിയോരം അങ്ങനെയുള്ള സ്ഥലത്ത് ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആൾക്കാരോട് സംസാരിക്കാനും നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ജീവയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു KSRTC പ്രൈവറ്റ് ബസ്സിലോ കയറണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് ബസ്സിൽ കയറണം. ഞാൻ സൂര്യ മ്യൂസിക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ നാടായ മാവേലിക്കരയിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ബസ്സിലായിരുന്നു. ഞാൻ വൈകിട്ടത്തെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ KSRTC ബസ്സിന്റെ സൈഡിൽ കയറിയിരിക്കും. ഹെഡ്സെറ്റ് ചിലപ്പോൾ പാട്ട് വെക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ഉറങ്ങും. അപ്പോൾ ഈ കാറ്റൊക്കെ അടിച്ച് ഞാൻ അവിടെ ചെന്നിറങ്ങും. മാവേലിക്കരയിലെ ഫ്രണ്ട്സ് ആരെങ്കിലും പിക്ക് ചെയ്യാൻ വരും, വീട്ടിലോട്ട് പോകും. തിരിച്ച് ഒന്നെങ്കിൽ ഞായറാഴ്ച പോയിട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ച വെളുപ്പിനോ ഇതേപോലെ തന്നെ അങ്ങനെ കണ്ടിന്യൂ എല്ലാ ദിവസവും പോയി വന്ന്. അപ്പച്ചന് വയ്യായിരുന്നപ്പോൾ എല്ലാ ദിവസവും പോയി വന്ന ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ അത് കുറേ നാളായി. അപ്പോൾ എനിക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ട്രെയിനിൽ കയറിയാൽ കൊള്ളാമെന്നുണ്ട്. ഓ പിന്നെ അവനിപ്പോ ചോദിക്കും, ഓ ഇവനാരടാ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ബൈക്കും കാറും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒത്തിരി നാളായി ബസ്സിൽ കയറിയിട്ട് അപ്പൊ ബസ്സിൽ കയറണം. അതൊരു മോശമായിട്ടൊരു ആഗ്രഹം എനിക്ക് തോന്നുന്നില്ല അല്ലേ? പിന്നെ അല്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഈ ജാടയാന്നൊക്കെ പറയുന്നവരോടൊക്കെ എന്താ ചേട്ടാ പറയാനുള്ളത്? എനിക്ക് ജാടയാണെന്ന് പറയുന്നവരോടാണ്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ഇപ്പൊ പാറുവിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ പാറു ആണെങ്കിലും ഇപ്പൊ ഞങ്ങളാണ് ഇന്റർവ്യൂവിന് വരുന്നത് എന്ന് പറയുമ്പോൾ പല അഭിപ്രായങ്ങളുണ്ടാവും. ഒരാളെ പറ്റി കുറെ ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളാണല്ലോ. അപ്പൊ നമ്മളോടും നമ്മൾ ഇന്നയാളെ കാണാൻ പോകുമ്പോൾ ഇന്നയാൾക്ക് ഭയങ്കര ജാടയായിരിക്കും, ജാടയാണ്. ഞങ്ങൾ പറയുന്ന കാര്യമുണ്ട്, ആ ആള് നമ്മളോട് എങ്ങനെയാണോ അതാണ് നമുക്ക് ആള്. അപ്പൊ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ പാറു എന്തൊരു ഭയങ്കര മോശം, ഭയങ്കര ആരെയും ബഹുമാനം ഇല്ല, ഒരുമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ പല അഭിപ്രായം ഉണ്ടാവാം, അങ്ങനെ ഉണ്ടെന്നല്ല ഉണ്ടാവാം. പക്ഷെ ഇപ്പൊ ഞങ്ങളോട് ചോദിക്കും പാറു എങ്ങനെയാന്ന് ഞങ്ങൾ ചോദിക്കും, എന്റെ പൊന്നോ പാറു എന്ന് പറഞ്ഞ അത്ര നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കൊച്ചില്ല നമ്മൾ പറയും, അത്രേ ഉള്ളൂ. നമ്മളെ മൈൻഡ് ചെയ്തില്ല. ചിലപ്പോ അലവലാതെ എന്ന് പറയുന്നവരുണ്ടാവും, ജാടയെന്ന് പറയുന്നത്. ഇപ്പൊ അവള് വൈറലായി ഒത്തിരി ജാടയാ. പണ്ട് നമ്മളെ അയ്യോ എന്റെ മോളെ അത് പറയും, അത് ഉള്ളിന്നെടുത്ത് ചോദിച്ച ചോദ്യം. അത് അങ്ങനെ അത് നോക്കണ്ട. നമുക്ക് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, 1000 കുടത്തിന്റെ വാ മൂടിക്കെട്ടാം, ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഒരു ദിവസം 1000 പേരെയും 2000 പേരെയും കാണും. അവർക്ക് എന്ത് വേണേ പറയാം, അവരെന്ത് വേണേ പറഞ്ഞോട്ടെ. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും, അങ്ങനെ തന്നെ പോവാം. ജാടയാണോ ആണോ എന്ത് തോന്നുന്നു? ചെറിയ ജാടയുണ്ട്, കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ സീനിയേഴ്സ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജാട എന്നുള്ള പേരുമാണ് ആക്ച്വലി നല്ലതാ. അതങ്ങനെ പിന്നെ പ്രശ്നമില്ലല്ലോ.
ഓൾറെഡി അവൻ ചാട അഹങ്കാരി എന്ന് പറഞ്ഞാൽ ഓക്കെ, അതാണ് നല്ലത്, വേറെ പ്രശ്നമില്ല. കുറച്ച് വിഷി വീഡിയോ എങ്കിലും കുറഞ്ഞു കിട്ടും. ഹായ് നല്ല നെയിൽസ്. ഓ താങ്ക് യു. തിരിച്ച് പറയാനാണോ? നല്ല വാച്ച്. നല്ല വാച്ച് പറയല്ലേ, കാണിച്ചു ചേട്ടന്റെ. എനിക്ക് എന്റെ സാധാരണ നഖം വളരുന്ന ഇത് മറ്റേ പേടിയൊക്കെ ചെയ്ത് പട്ടി വെച്ചത് നമ്മൾ ഇതൊക്കെ വെച്ച് നല്ല മാന്തി കിട്ടാറുണ്ടാ? ഇത് വെച്ച മാന്തി ഇളകിപ്പോരും. ഇളകില്ല. ഹലോ, how dare you speak like that? Sorry, I was little there. ഇത് എന്റെ ഓൺ നെയിൽസ്. ഇത് ഓൺ നെയിൽസ് ആട്ടോ. അല്ല ഞാൻ പറഞ്ഞു ഇത് ഓൺ നെയിൽസാ. സംശയം ഉണ്ടെങ്കിൽ ഇതേ ഇവിടോട്ട് നോക്കി. ഇത് ഓൺ നെയിൽസാ. ഇവിടെ ഉണ്ട് തട്ടപ്പുറത്ത്. ഇപ്പൊ അവിടെ അയ്യോ ഇത് ഓൺ നെയിൽസാ. എല്ലാം ഓൺ നെയിൽസാ. ഇത് രണ്ടും ഓൺ നെയിൽസാ. സൂപ്പർ. അപ്പ എന്ന പാട്ടിന്റെ റിയാലിറ്റി ഷോയിലൂടെയാണ് ജീവ ജോസഫിനെ നമ്മൾ കൂടുതലായും അറിഞ്ഞത്. ജീവയും അപർണയും അറിയാത്ത മലയാളികൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം ഇഷ്ടമാണ് ഇവരോട്. ഈ ദമ്പതികളെ ഇപ്പോൾ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. ജീവയും അമൃതയും സൂര്യ മ്യൂസിക് എന്ന പരിപാടിയിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരായവരാണ് ഇരുവരും. എന്നാൽ പിന്നീട് തങ്ങളുടേതായ മേഖലയിൽ ഇവർക്ക് സ്വന്തം പേര് സിഗ്നേച്ചർ പതിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു സമയത്ത് ഇവരുടെ ഇന്റർവ്യൂസ് എല്ലാം ട്രെൻഡിങ്ങിൽ വന്നിരുന്നു. ഇവരുടെ കുടുംബ വിശേഷങ്ങളും ഫ്ലാറ്റും ജീവിത രീതിയും പ്രത്യേകിച്ചും ജീവയുടെ സംസാരം കേൾക്കാൻ തന്നെ ഒരുപിടി ആരാധകർ എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്തോ വലിയ ഇഷ്ടമാണ് ജീവയോട്. അതേ ഇഷ്ടം തന്നെ അപർണയോടും ഉണ്ട് എന്നതാണ് സത്യം. തങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞ് ഇരുവരും എത്തുമ്പോൾ എപ്പോഴും കാണികൾക്ക് സമയം പോകുന്നത് പോലും അറിയാറില്ല. ഇവരുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര നേരം വേണോ കണ്ടിരിക്കും എന്നതുപോലെ തന്നെയാണ്.